പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് ജിയോഗ്രഫിയിലെ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള 10ഓളം ചോദ്യങ്ങളാണ്. PSC ചോദിക്കാൻ സാധ്യതയുള്ള 10ഓളം ജിയോഗ്രഫി ചോദ്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളിലൊക്കെ പുതിയ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഉത്തര മഹാസമുദ്രത്തിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? ഉത്തര മഹാസമുദ്രത്തിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? ഉത്തരം ഖാദർ ആണ്. അടുത്ത ചോദ്യം, രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന എക്കൽ പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന എക്കൽ പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡോബുകൾ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. രണ്ട് നദികൾക്കിടയിൽ പെടുന്ന പ്രദേശത്തിനെയാണ് ഡോബുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ഡോബുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് ബിസ്ത് ജലന്ധർ ദോബാണ്, മറ്റൊന്ന് ബാരി ദോബാണ്, പിന്നൊന്ന് രചന ദോബും, പിന്നൊന്ന് ചാജ് ദോബും, സിന്ധ് സാഗർ ദോബ് എന്നിങ്ങനെ 5 ദോബുകളാണുള്ളത്. ഈ ദോബുകൾ എന്ന് പറയുന്നത് രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ബാരി ദോബ് എന്ന് പറയുന്നത് ബിയാസിന്റെയും രവിയുടെയും ബിയാസ് രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. അപ്പോൾ രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് ഡോബുകൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഡോബ് അല്ല ദോബുകൾ, ദായാണ്. അടുത്ത ചോദ്യം, രാജസ്ഥാൻ സമതലത്തിലെ ഉപ്പ് തടാകങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ സമതലത്തിലെ ഉപ്പ് തടാകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സാംബറും അതേപോലെ ദിദ്വാനയുമാണ് രാജസ്ഥാൻ സമതലത്തിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉത്തര മഹാസമുദ്രത്തിനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ പ്രദേശം, ഇന്ത്യയുടെ ധാന്യപ്പുര, ഇവയെല്ലാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക മേഖല. ഉത്തരം എന്താണ്? ഉത്തരം ഇവയെല്ലാം ശരിയാണ്. ഇവയെല്ലാം ഉത്തര മഹാസമുദ്രത്തിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ഏത് സമതലത്തിന്റെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റ? ഏത് സമതലത്തിന്റെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റ? ഉത്തരം ഗംഗാ സമതലത്തിന്റെ ഭാഗമാണ് സുന്ദർബൻ ഡെൽറ്റ. അടുത്ത ചോദ്യം, ഉത്തര മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തര മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആ സ്പേസിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായിട്ടാണ് ഉത്തര മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സമതലം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലത്തിലെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സമതലം ഏതാണ്? ഉത്തരം ഏതാണ്? ബ്രഹ്മപുത്ര സമതലമാണ്. അപ്പോൾ ഈ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധൂബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. അടുത്ത ചോദ്യം, ഉത്തര മഹാസമുദ്രത്തിനെ എത്ര ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഉത്തരം 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, എക്കൽ വിശറികളാൽ സമ്പന്നമായിട്ടുള്ള സമതലം ഏതാണ്? എക്കൽ വിശറികളാൽ സമ്പന്നമായിട്ടുള്ള സമതലം ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര സമതലമാണ്. എക്കൽ വിശറികളാൽ സമ്പന്നമായിട്ടുള്ള ഭാഗം ബ്രഹ്മപുത്ര സമതലം. അപ്പോ എക്കൽ വിശറികൾ എന്ന് പറയുന്നത് നദികൾ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒഴുക്ക് പെട്ടെന്ന് കുറയും. ആ സമയത്ത് അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഉണ്ടല്ലോ, അതായത് ഈ എക്കല് പോലുള്ള ഇതെന്ത് ചെയ്യും? ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടും. ഇങ്ങനെ രൂപപ്പെടുന്ന രൂപങ്ങളെയാണ് എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്കൽ വിശറികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ബ്രഹ്മപുത്ര സമതലത്തിലാണ്. അടുത്ത ചോദ്യം, പുതിയ എക്കൽ നിക്ഷേപങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഖാദർ എന്ന പേരിലാണ്. പഴയ എക്കൽ നിക്ഷേപങ്ങൾ ബംഗർ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പൊ ഇപ്പൊ ഡിസ്കസ് ചെയ്ത 10ഓളം ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.